എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രാങ്ക്ഫർട്ടിൽ പോയിട്ട് ഒരു സൂ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജർമ്മനിയിൽ സൂ എങ്ങനെയുണ്ട്, അവിടെ എന്തൊക്കെ തരത്തിലുള്ള മൃഗങ്ങളുണ്ട്, നമ്മുടെ നാട്ടിലെ പോലത്തെ സൂ തന്നെയാണോ, എല്ലാ തരത്തിലുള്ള ജീവികളുണ്ടോ, അതൊക്കെ ഒന്ന് നമുക്ക് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെന്ന് കയറുമ്പോൾ തന്നെ ഫസ്റ്റിലുള്ളത് കരടിയുടേതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ലക്കായിരുന്നു കേട്ടോ. ആ സൂവിൽ പോയ ദിവസം ഭയങ്കര ലക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്കായിരുന്നേ. കാരണം എന്താണെന്നറിയോ, ഞങ്ങൾ ചെന്നത് ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരൊറ്റ മൃഗം പോലും എണീറ്റിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരൊറ്റ മൃഗം പോലും, എല്ലാവരും കിടന്ന് നല്ല ഉറക്കം. ഇപ്പോൾ ഇതൊരു കരടിയുടെ ഇതാണ് കേട്ടോ. നമ്മൾ ചില്ലിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ടാണ് നോക്കുന്നത്. ചില്ലിൻ്റെ അപ്പുറത്താണ് ആ കരടിയുടെ വാസകേന്ദ്രം അവർ റെഡിയാക്കിയത്. അപ്പോൾ അതിന് ഊഞ്ഞാല് പോലെയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, കിടന്നുറങ്ങാണ് അവിടെ. ടയറുമ്മ കിടന്നുറങ്ങുന്നുണ്ട് ഒരെണ്ണം എന്ത് അവിടെ മരത്തുമ്മ കയറി കിടന്നുറങ്ങുന്നുണ്ട്. 2 കരടിയാണ് അവിടെ ആകെ ഉള്ളത്. 2 പേരും 2 സ്ഥലത്തായിട്ട് നല്ല ഉറക്കത്തിലാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ അപ്പോൾ കരടിനെ കാണാനുള്ള ആഗ്രഹം തീർന്നു. അതിനെ കാണാൻ പറ്റിയില്ല, അത് എണീറ്റിട്ടില്ല. കണ്ടത് അവിടെ വലയിൽ കിടന്നുറങ്ങുന്നുണ്ടോ. ആ വലയുടെ ഉള്ളിൽ, നെറ്റിൻ്റെ ഉള്ളിൽ അവിടെ നല്ല ആട്ടുതൊട്ടിലിൽ പാട്ട് പാടി കിടന്നുറങ്ങണ ആൾ. എണീക്കുന്നില്ല. കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ നമുക്കവിടെ ഒരു പ്ലാൻ ഉണ്ട്, ഏതൊക്കെ മൃഗങ്ങൾ ഏതൊക്കെ സോണിലാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മളിനി അടുത്തത് പോകുന്നത് നമുക്ക് സിംഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സിംഹത്തിൻ്റെ മടയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്നപ്പോഴും സിംഹമുണ്ട്, സിംഹിയുണ്ട്, 2 പേരും ഉണ്ട്. 2 പേരും പടത്തിൽ വേണമെങ്കിൽ കണ്ടോളാൻ പറഞ്ഞു ഞങ്ങളോട്. 2 പേര് അവിടെ സുഖമായിട്ട് ആ മരത്തിൻ്റെ ചോട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചു പോരണവരെ അവരെണീറ്റിട്ടില്ല കേട്ടോ. അടിപൊളിയായിട്ട് ഇത് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുന്നു. കാണാനും കൂടി പറ്റുന്നില്ല. വളരെയധികം സൂം ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ അവിടെ സംഭവം ഉണ്ടെന്ന് മനസ്സിലായി. സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. 11 മണി 12 മണി ആയി കേട്ടോ. ഈ നേരമായിട്ടും എണീറ്റിട്ടില്ല. ഞങ്ങൾക്കപ്പോൾ അതിനെ കാണാനും പറ്റിയില്ല. ആ പടത്തിൽ കണ്ട് ആശ്വസിച്ചു. പിള്ളേരാണെങ്കിൽ അതിൻ്റെ ഓരോ കോർണറിൽ പോയി നിന്നിട്ട് നമുക്ക് പല സൈഡിൽ നിന്നും പല വ്യൂസും ഉണ്ട്. എല്ലാ വ്യൂസിലും നോക്കിയാലും നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കരടിയും പോയി, സിംഹവും പോയി. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ടൈഗറിനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ടൈഗറിനെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്, പക്ഷെ അതിനകത്തൊന്നും കാണുന്നില്ല കേട്ടോ. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയിട്ടാ. അപ്പോൾ ഇവിടെ ആരാന്ന് വെച്ചാൽ നമ്മുടെ ടൈഗറാണുള്ളത്. ടൈഗർ ഈ അകലെ കിടക്കുന്നുണ്ട്. ആൾ നല്ല ഉറക്കണമെന്നാണ് തോന്നുന്നത്. അപ്പുറത്തെ സൈഡിൽ കൂടി ഒരു വ്യൂ ഉണ്ട്, അവിടെ കൂടി നമുക്ക് പോയി നോക്കാവേ. അപ്പം ഇവിടെ ഓരോ മൃഗങ്ങളുടെയും ഓരോ സ്പെഷ്യാലിറ്റീസ് അവരിങ്ങനെ നമുക്ക് പഠിക്കാൻ പോകുന്നവർക്ക് അങ്ങനെ കുട്ടികൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, അതിൻ്റെ നഖത്തിൻ്റെ പ്രത്യേകതയാണ്. ഇങ്ങനെയാണ് അത് ആക്രമിക്കുമ്പോൾ ഉള്ളിലോട്ടുള്ള നഖം കണ്ടോ ഇങ്ങനെ പുറത്തോട്ട് വരും. അറ്റാക്ക് ചെയ്യുന്ന ടൈമിൽ അങ്ങനെയായിരിക്കും എന്നുള്ളതിനൊരു മാതൃകയൊക്കെ അവരാക്കി വെച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അതിനെ ചുറ്റി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പം ഒരാൾ എണീറ്റ് നിൽക്കുന്നുണ്ട്. ആൾക്ക് മാത്രം ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ഇന്ന് ഇത്ര പൈസ മുടക്കിയിട്ടുകൾ വന്നാൽ എന്നെങ്കിലും ഒന്ന് കണ്ടിട്ട് പൊക്കോട്ടെ എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ വന്ന് നല്ല അടിപൊളിയായിട്ട് നമ്മളെ കാണിച്ചു തന്നു കേട്ടോ. ആൾ അടിപൊളിയായിട്ട് കുറച്ച് നേരം ഞങ്ങളൊക്കെ നോക്കി നിന്നു. അടിപൊളിയായിരുന്നു കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ ഇപ്പുറത്ത് വരുത്തം കിടക്കുന്നുണ്ട്. ആൾ നല്ല ഉറക്കാം. അപ്പോൾ പണി നോക്കുന്നു പറഞ്ഞു ഞങ്ങളോട്. നല്ല ഉറക്കമായിരുന്നു. ആകെ ആ ഒരു ടൈഗർ മാത്രമേ ഞങ്ങളോട് ഒത്തിരി സ്നേഹം കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ അടുത്ത ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അവിടെ ആ കൂട്ടിനുള്ളിൽ ആരോ കിടന്നുറങ്ങുന്നുണ്ട്. ആരാണാവോ നമുക്ക് മനസ്സിലായും കൂടിയില്ല. അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. കിടന്നുറങ്ങണവരൊക്കെ അവിടെ കിടന്നുറങ്ങട്ടെ. നമുക്ക് നല്ല ഭാഗ്യമുള്ള ദിവസമായിരുന്നേ. അപ്പം ഈ പുള്ളിക്കാരനാണ് അവിടെ കിടന്നുറങ്ങിയ ആൾ കേട്ടോ. കോക്കാമ്പൂച്ച പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്, അതായിരിക്കുന്നു തോന്നുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്ന സംഭവമാണ് ആ പടത്തിൽ കാണുന്നത് കേട്ടോ. ഏഷ്യൻ സ്മോൾ ക്ലൗഡ് ഒട്ടർ എന്ന് പറയുന്ന സാധനമാണ്. അത് ഈ തടാകങ്ങളിലും എന്നിട്ട് പറയുന്ന ഈ ശുദ്ധജലങ്ങളിലും കണ്ടൽക്കാടുകളുടെ ഇടയിലൊക്കെ ഈ ഞണ്ടിനെയും മീനിനെയൊക്കെ തിന്ന് ജീവിക്കുന്ന ഒരു സംഭവമാണ്. വംശനാശ ഭീഷണി നേരിടുന്നതാണെന്നാണ് പറയുന്നത്. കൊരങ്ങൻ ചേട്ടന് പിന്നെ എല്ലാവർക്കും കാണാൻ പറ്റിട്ടോ. പുള്ളിക്കാരൻ അത്യാവശ്യം നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കണ്ടോ. മുകളിലാണെങ്കിലും ഇനി വേണ്ടിയിട്ടുണ്ട് അവർ അത്യാവശ്യം. പക്ഷെ നമ്മുടെ മൃഗശാലയിലൊക്കെ കാണുന്ന പോലെ മരങ്ങളിലേക്കൂടെ ഓടി നടക്കുവായിരുന്നെങ്കിൽ അവർക്കവരുടെ ഒരു സന്തോഷം കാണാനായിട്ട് നമുക്ക് പറ്റുന്നത്. പക്ഷെ ഇവിടെ നിന്നൊരു കയറുകൾ ഇങ്ങനെ കെട്ടിക്കൊടുത്തേക്കാം. പിന്നെ ഉണക്കമരങ്ങളും കയറുകളൊക്കെയാണ് കെട്ടിക്കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പം അതിനനുസരിച്ചുള്ള അവരുടെ എന്താ പറയുന്നത്, ഇത് അത്രയല്ലേ ഉണ്ടാവത്തുള്ളൂ കണ്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് ഒരു അരുവി പോലെയൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മീനുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. പക്ഷേ ഇതിൻ്റെ സൈഡിൽ നമ്മൾ കണ്ടത് പെലിക്കൻ പക്ഷിയും നമ്മുടെ വാത്ത, നമ്മുടെ നാട്ടിലെ താറാവ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ കുളക്കോഴികൾ ഇഷ്ടം മാതിരി കണ്ടു കേട്ടോ. കുളക്കോഴികൾ ഇഷ്ടം മാതിരി കണ്ടു. ഇത് വെള്ളം റീഫ്രഷ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അതിൽ കൂടെ വരുമ്പോൾ പെലിക്കൻ എന്നാണ് ആ പക്ഷിയുടെ പേര്. ഈ കാലാവസ്ഥയിലും അവരിത് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ ജീവികൾക്കും പറ്റുന്ന രീതിയിൽ ഓരോ വിൻ്ററിലായാലും സമ്മറിലായാലും അതിനനുസരിച്ച് അവർ കൂടുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ കണ്ടത് നമ്മുടെ മാനുകളാണ് കേട്ടോ. ഇവിടെ കൊമ്പില്ലാത്ത മാനുകളാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ വെറൈറ്റി ആയിരിക്കാം അത്. കൊമ്പില്ലാത്ത മാനുകളാണ് നമ്മൾ കണ്ടത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ടർക്കി കോഴികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. കാണാൻ വലിയ കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. അവരുടെ ആ ഏരിയയും സംഭവങ്ങളൊക്കെ നല്ലതായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ ആ പുല്ലുമേടുകളിൽ കൂടെ ഒക്കെ നടക്കുന്ന പോലെ തന്നെ കൊമ്പുള്ള സംഭവങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. ആ ഒരു ഭംഗി ഇവിടെ കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് വലിയ പുതുമയില്ലാത്ത സംഭവമായിരുന്നു ആടുകൾ. പക്ഷെ ഇവിടുത്തെ കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആടുകളുടെ കൂടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് അവർ ആടുകളുടെ കൂടെ കളിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു പാർക്ക് പോലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുട്ടികളായിട്ടുകളൊക്കെ തോടെയും ഐറ്റകളുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒട്ടകമാണ് കേട്ടോ. പക്ഷെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു കുഴിയുള്ള ഒട്ടകമല്ല, ഇത് 2 കുഴിയുള്ള ഒട്ടകമാണ്. ഇതിൻ്റെ പേര് മംഗോളിയൻ ക്യാമൽ എന്നാണ് വരുന്നത്. ഇത് ശൈത്യകാലത്തെയും അതിജീവിക്കാനായിട്ട് എന്താ പറയുന്ന പ്രാപ്തമായ ഒട്ടകമാണ്. ഇതാണ് അത്ര നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ മമ്മൽസിൽ ഏറ്റവും വലിയത് ഇതാണെന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റും വെയ്റ്റും ഒക്കെ വരുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിനെ കാണാൻ തന്നെ ഒരു വെറൈറ്റി ആയിട്ടില്ല. നമ്മൾ സാധാരണ എന്താ പറയുക ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു ഒട്ടകത്തിനെ അപേക്ഷിച്ച് അടിപൊളിയായിട്ടുണ്ട്. മോളിന്നൊരു സാധനം നമ്മുടെ വാത്തകൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണുന്ന വാത്തകളായിരുന്നു. അതേപോലെ തന്നെ പിന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും നമ്മുടെ താറാവുകളെ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. അതുപോലെ കൊറ്റികളുണ്ടായിരുന്നു. ഇതിന്റെ അടിയിൽ ഒരു വലിയൊരു ജീവി പോണത് ഞാൻ കണ്ടു. ചെറിയ പെങ്കിനുകളാ അടിയിലൊരു വലിയ ജീവി പോണെന്നുണ്ടല്ലോ. അതിപ്പോ അവിടെ പോയി ഇതിനാ പെങ്കി പിടിച്ചിട്ട് നിന്നിട്ടുണ്ടോ. ഇവിടെ അടിയിൽ നോക്ക്, അടിയിലൊക്കെ ജീവിയുണ്ട്. ഞാൻ കൊണ്ടുപോണ്ട് വാർത്തോക്ക് നമ്മളെ മോളിക്കൂടെ പറഞ്ഞിട്ട് എന്തോ പെങ്കിൻസ് ഉണ്ടാ നമ്മൾ മോളിൽ നിന്ന് കണ്ട സംഭവം തന്നെയാണ്. താഴെ ഒരു ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും, താഴെ അടിയിൽ വെള്ളം. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അടിയിൽ നിന്ന് കാണാനായിരുന്നു ഏറ്റവും ഭംഗിയിട്ടാ. മോളിൽ നിന്ന് കാണുന്നേക്കാൾ മോളിൽ അത്ര ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. താഴെ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരുടെ ചിറകിലും അതേപോലെ ലേബൽ ചെയ്തിട്ടുണ്ട് അവർ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവരെ കാണാൻ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് സീലാണ് കേട്ടോ. നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സീലിനെയാണ്. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അവർ നമ്മുടെ ചില്ലിൻ്റെ അടുത്തേക്ക് വരികയും കണ്ടോ വരി വരിയായിട്ട് പോകുന്നു. ബാക്കോട്ടായാലും ഫ്രണ്ടിലോട്ടായാലും ഒരു മൂവ്മെൻറ്റ്സും ഇല്ലാണ്ട് അവർ സ്വിം ചെയ്യുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതേപോലെ കൂടിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവർ നമ്മൾ കൈയുടെ വിരൽ കാണിക്കുന്നതനുസരിച്ച് അവർ ഡാൻസ് ചെയ്യുകയും അവരെ മുഖമൊക്കെ കൊണ്ട് കാണിച്ച് തരികയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. കണ്ടോ അത് ബാക്ക്വേർഡ് വരുന്നു. അതേപോലെ തന്നെ ഫോർവേഡ് പോകുന്നുണ്ടോ. ഒട്ടും ഇതില്ലാതെ നല്ല ഈസി ആയിട്ട് സ്വിം ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. ചില്ല അങ്ങോട്ട് പൊളിഞ്ഞു പോയാലോ, അങ്ങോട്ട് തള്ളുമ്പോ പിന്നെ നമ്മൾ കാണാൻ പോയത് ഈ പുള്ളിക്കാരനായിട്ടാ. എൻ്റെ കർത്താവേ, അവിടെ പോയി നിന്നിട്ടുണ്ടല്ലോ നമ്മൾ മൂക്ക് അടച്ചു പിടിച്ചിട്ട് ഓടിപ്പോന്നു. ആർക്കെങ്കിലും മനസ്സിലാവും ഈ സംഭവം തെറ്റാന്നുള്ളത്? ഇന്ന് കമൻറ്റ് ചെയ്യണേ.
Gewinnt der so gleich, wenn nicht. ഇനി നമ്മൾ കണ്ടത് ഫ്ലെമിംഗോസിനെ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. നല്ല പിങ്ക് കളറിൽ റെഡ് കളറിലെല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അവരാണെങ്കിലുണ്ടല്ലോ ആ ഒറ്റക്കാലിൽ നിൽക്കുന്ന, നമ്മൾ പണ്ടൊക്കെ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്ന മുനിമാരുടെ കഥയൊക്കെ കേട്ടിട്ടില്ല, അതേപോലെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവരെ കാണാനായിട്ട്. Aber seht ihr die Federn? ഇനി നമ്മൾ കാണാൻ പോകുന്നൊരു വെറൈറ്റി ആയിട്ടോട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഫസ്റ്റ് ഇതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് സീബ്രയാണോ, പക്ഷെ എൻ്റെ മുഖം കാണുമ്പോൾ ജിറാഫിൻ്റെ പോലെയുണ്ട്, എന്നാൽ ഒരു കഴുതയുടെ ഒക്കെ പൊക്കത്തിലൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇതെന്ത് സംഭവം എന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇതിനെ കണ്ട ജിറാഫാണെന്നും പറയത്തില്ല, സീബ്ര എന്നും പറയത്തില്ല, അങ്ങനെ ഒരു സംഭവമേ. അങ്ങനെ അത് സെർച്ച് ചെയ്തപ്പോഴാണ് ഈ സംഭവത്തിൻ്റെ പേരാണ് ഒക്കാപ്പി എന്ന് പറയുന്നത്. ഒക്കാപ്പി ഈ സംഭവത്തിന് ഫോറസ്റ്റ് ജിറാഫാണ് അത്രേ, ഫോറസ്റ്റ് ജിറാഫ്. ഇതിനെ സീബ്ര ജിറാഫ് എന്നും പറയും അത്രേ. അപ്പം ഇത് സീബ്രയും ജിറാഫും കൂടി കൂടിയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ ജിറാഫിനെ കേട്ടോ. അപ്പോൾ ജിറാഫിനെ നമുക്ക് ജിറാഫിൻ്റെ ഹൗസിൽ പോയി കാണാം. ജിറാഫിൻ ഹൗസ് ഉണ്ട് അവിടെ. നമുക്കപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ബലൂൺസും എന്താ പറയുക സെൽഫി സ്റ്റിക്കും ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു, സൈലൻ്റ് ആയിരിക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് ചെന്നപ്പം ഈ ഒക്കാപ്പിയുടെ ഒരു കുഞ്ഞു അതിനകത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒക്കാപ്പിയുടെ കുഞ്ഞുണ്ട്. നമുക്ക് അടുത്ത് കാണാവേ, കണ്ട മുഖം കൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജിറാഫിൻ്റെ പോലെയുണ്ട്. എന്നാൽ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ സീബ്രയുടെ പോലെയുണ്ടല്ലേ. ഒക്കാപ്പി ഒരു പുതിയ ഇനമാണ്. ഞാനിപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ ഒരു സംഭവത്തിനെ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതിനെ കാണാനായിട്ട്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്തേക്ക് വന്നപ്പോൾ ആ പുറത്ത് കണ്ട ജിറാഫുകളാണെങ്കിൽ അവരും അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് കാണാവേ. ഞാനതൊരു നക്ഷത്രാമേനെ കണ്ടു. നമ്മൾ നക്ഷത്രാമയാണെന്ന് അറിയത്തില്ല, ഒരു കുഞ്ഞനാമ ഒരു ചില്ലിങ്കൂട്ടിലുണ്ട്. നക്ഷത്രാമ അത് ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ. ഒരു കുഞ്ഞനാമ, പുള്ളിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നുണ്ട്. ഇതെന്താന്ന് പിന്നെ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നമ്മുടെ പന്നിക്കുട്ടനാണ് കേട്ടോ. പന്നിക്കുട്ടൻ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയും കാഴ്ചയൊക്കെയുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ചെളി പിടിച്ച പന്നിയല്ല, അടിപൊളി പന്നിയാണ് കേട്ടോ. കാരണം അതിൻ്റെ ഇടയിൽ ഒളിച്ച് നിൽക്കുന്ന ആളെ നോക്കിയാൽ നമ്മുടെ സീബ്രക്കുട്ടനാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വന്ന് ഒളിച്ച് നിൽക്കുക നമ്മുടെ ഇന്ന് പൈസ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആട് കുട്ടികളുടെ കൂടെ കളിക്കാൻ പറ്റുന്ന ഒരു പാർക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അതിനകത്ത് കൊച്ചുങ്ങൾക്ക് കയറാൻ പറ്റുന്ന ആ സംഭവമായിട്ട് ഇത്. നമ്മുടെ കുട്ടികളൊന്നും കയറിയില്ല. എനിവേ നല്ല ഭംഗിയായിട്ട് അവരത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് പോകാനുള്ള സമയം അത്രയ്ക്ക് അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അത്രയും മൃഗങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളവരൊക്കെ ആണെങ്കിൽ അതിനകത്ത് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല എന്താ പറയുന്നത് നല്ല ഉഷാറ് കാണലായിരുന്നു. അപ്പോൾ നമുക്ക് ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രെയിനിൽ കയറി നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനി എല്ലാവരും നല്ല ഉറക്കമാണ്. ഇനി അവരൊക്കെ എണീക്കുന്ന സമയത്ത് നമുക്ക് വരാത്ത. അപ്പോൾ ട്രാം വന്നിട്ടുണ്ട്. നമ്മൾ ട്രാമിൽ കയറി ട്രെയിനിൽ കയറി നമ്മൾ നമ്മുടെ വീട്ടിൽ പോയി കേട്ടോ.